സിനിമയിലേക്ക് കടന്നു വരുന്ന കുരുന്നു പെൺകുട്ടികളെ വരെ പിച്ച് ചീന്തുന്ന ഒറിജിനൽ വില്ലന്മാർ വാഴുന്ന സിനിമാ മേഖലയിലെ കഥ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതന്ന സർക്കാരിന് ആദ്യമേ തന്നെ നന്ദി. പൊതു ഖജനാവിൽ നിന്ന് 1 കോടിയിലധികം രൂപ മുടക്കി തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പ്രമുഖൻ, പ്രമുഖ, ഉന്നത അങ്ങനെ പേരുകളുള്ളൂ. പേരുകളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കത് ചോദിക്കാൻ അവകാശമുണ്ട്. ജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ജനങ്ങൾ ചെയ്ത 2 തെറ്റുകൾ ഞാൻ പറയാം. ഒരു തെറ്റ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിച്ചു, അതൊരു തെറ്റ്. പിന്നെ ഒറിജിനൽ വില്ലന്മാർ വാഴുന്ന മലയാള സിനിമ കണ്ടി വിജയിപ്പിച്ച് നിങ്ങളെയൊക്കെ സൂപ്പർ സ്റ്റാറും ഹീറോകളും ആക്കിയതും ജനങ്ങൾ ചെയ്തൊരു തെറ്റ്. ഈ 2 തെറ്റുകളാണ് ജനങ്ങൾ ചെയ്തത്. ഈ 2 തെറ്റിനും ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് 1 കോടിയിലധികം രൂപ മുടക്കി ആണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഈ റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാർ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നു. എന്തുകൊണ്ടാണ്? ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയം, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ആപത്താവുന്ന ആ ഒരു വിഷയം ഇപ്പോൾ എല്ലാവരും ഊന്നി പറയുമ്പോൾ അതൊന്നും കണ്ണടച്ച് അതൊന്നും മറയ്ക്കാൻ. അതുപോലെ എനിക്ക് ഇനിയും പറയാനുണ്ട്. രാഷ്ട്രീയം പറഞ്ഞാലും പ്രശ്നമില്ല. കാഫിർ വിഷയം വന്നു, അതൊന്ന് മാറ്റണം. അതുപോലെ വയനാട് ഇപ്പോഴും അവിടെ പല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊങ്ങി വരുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മുഖം ഒന്ന് രക്ഷിക്കണ്ടേ? ഞങ്ങൾ എന്താ പിന്നെ ചെയ്യുക? ഇതല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. 5 വർഷമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചു. എന്തുകൊണ്ട് സൂക്ഷിച്ചു വെച്ചു? കാരണം ഞങ്ങൾക്കത് പുറത്തുവിടാൻ പറ്റില്ല. പുറത്ത് വിട്ടാൽ അതിലുള്ള പല ആളുകളുടെയും പേര് പുറത്തു വന്നാൽ അതും അപമാനമാർക്കാണ്, ഞങ്ങൾക്ക് തന്നെയാണ്. അല്ലേ സഖാവേ? അതുകൊണ്ടല്ലേ ഇത്ര നാൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത്. കാരണം അതിലുള്ള 2 പേര് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പൊ പിന്നെ വീണ്ടും തെരഞ്ഞെടുപ്പും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് പതുക്കെ സൈഡിലേക്ക് വെച്ചു. പക്ഷെ ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥ വന്നു. യാതൊരു മാർഗവും ഇല്ല, വേറെ രക്ഷയൊന്നുമില്ല. അപ്പൊ ഇത് എറിഞ്ഞിട്ട് കൊടുക്കാം. ആൾക്കാർ കുറെ ദിവസം ഇത് സംസാരിച്ച് ഇങ്ങനെ നടന്നോളും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാവരും അതിന്റെ പിന്നാലെ അങ്ങ് ഓടിക്കോളും. അപ്പൊ അതിന്റെ പിന്നില് ഈ അർജുൻ തുടങ്ങി. ഫസ്റ്റ് അർജുനാണല്ലോ. അർജുൻ തുടങ്ങി. അർജുൻ, വയനാട്, അതുപോലെ മുല്ലപ്പെരിയാർ, കാഫിർ, അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമാവും എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഇതിട്ടുന്നത്? അപ്പൊ നിങ്ങൾ ഇത് ഇട്ടുന്ന സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കണ്ടേ? അപ്പൊ ഞാൻ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകൾ അവർക്കൊന്നും പേരില്ല. 15 അംഗ ടീം, പവർ ടീമില് ഒരു വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു, തിലകനെ വിലക്കിയത് മോഹൻലാലും മമ്മൂട്ടിയുമാണെന്ന് പറഞ്ഞു കേട്ടു. അതുപോലെ വിനയനെ വിലക്കിയതും ദിലീപായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പവർ ടീമിലുള്ള 15 പേരുടെയും പേര് പുറത്തു വിടാൻ ആർക്കും താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് വന്ന് ഇത്രയും മണിക്കൂറുകളായിട്ടും സിനിമാ മേഖലയിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിനും ആർക്കും പ്രതികരിക്കേണ്ട. അവര് സ്റ്റേജ് ഷോയുടെ തിരക്കിലാണ്. അവർക്ക് ഇപ്പോഴുള്ള കാര്യം, അവരുടെ സിനിമയിൽ ഇത്ര മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും ചർച്ചകൾ ലോകത്ത് എല്ലാവരും ചർച്ച ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എന്താണ് ഇപ്പോൾ? അവർക്ക് അവരുടെ സ്റ്റേജ് ഷോ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവരതിന്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് പഠിച്ചിട്ടേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പൊതുജനം ഇത് കേട്ട് ഞെട്ടി എന്ന് പറയുന്നു. പക്ഷെ അവരും പറയുന്നു ഞങ്ങളും ഇത് കേട്ട് ഞെട്ടി. പക്ഷെ അവർ ഞെട്ടിയത് നമുക്കറിയാലോ. അവർക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അവർ നാളുകളെ കണിഞ്ഞു. പൊതുജനം ഞെട്ടി, അപ്പൊ ഞങ്ങളും ഞെട്ടി, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് പെൺമക്കൾ ഇല്ല എന്ന് മലയാളി ഓഡിയൻസിന് മനസ്സിലായിട്ട് ഇപ്പോൾ ഏകദേശം 7 വർഷം കഴിഞ്ഞു. നമുക്കറിയാം, ഒരു നടിക്ക് കൊട്ടേഷൻ കൊടുത്ത് പാതിരാത്രി അവരാക്രമിച്ച ഒരു സംഭവം. അവർക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല. അവരിന്നും നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ അമ്മ ആരുടെയും പ്രതികരണം ഒന്നും നമ്മൾ കണ്ടില്ല. അന്ന് മുതൽ നമുക്ക് മനസ്സിലായി അമ്മയ്ക്ക് പെൺമക്കളോടുള്ള സ്നേഹം. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഭയങ്കര ആ പേരിന്റെ മഹത്വം പോലെ ഇവർ കളഞ്ഞെടുക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കാത്ത സർക്കാരിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പ്രമുഖൻ എന്ന് പേരിട്ട് വിളിച്ചാൽ പോരാ, നാടറിയണം. എന്തുകൊണ്ട് നിങ്ങൾ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേട്ടക്കാരന്റെ കൂടെ നിൽക്കുന്നു? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? അങ്ങനെ ഭയക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ്, ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ എടുത്ത് പുറത്തിട്ടത്? പിന്നെ അവിടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഗതാഗത വകുപ്പാണ്, അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഒരു സിനിമാ നടനാണ് അദ്ദേഹം. സിനിമാ നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ. പിന്നെ അദ്ദേഹം പറയുന്നു ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസാരിക്കുമെന്ന്. പിന്നെ ഈ മന്ത്രിമാരൊന്നും, എനിക്ക് അതല്ലൊന്നുമല്ല മനസ്സിലാക്കി. ഈ മന്ത്രിമാരൊന്നും തന്നെ ഈ റിപ്പോർട്ടൊന്നും പഠിച്ചിട്ടില്ല. അവരൊന്നും വായിച്ചിട്ടില്ല. 5 വർഷമായി കയ്യിലിരിക്കുന്നു. അവർക്കൊന്നും ഇതിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്.
അപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് സമയമില്ലാത്ത ഈ ഒരു റിപ്പോർട്ട്, നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലാത്ത ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയത്? ഈ പൈസ പാവങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നു? എത്രയോ പേരുടെ പെൻഷൻ പെൻഡിങ് കിടക്കുന്നു. ഇപ്പോഴും പുത്തുമലയിൽ ദുരന്തം നടന്നിട്ട് ഇന്നും വീട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഈ ഒരു സഹായം നിങ്ങൾ ചെയ്തില്ല? കാരണം നിങ്ങൾ ഇതിന് നടപടി എടുക്കില്ല, ഒരു ആക്ഷനും എടുക്കില്ല. നിങ്ങൾക്ക് ഇവര് പേരറിയില്ല. പ്രമുഖൻ, ഉന്നതൻ, പവർ ടീം, അങ്ങനെയുള്ള പേരുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പേരുകൾ പറഞ്ഞ് ആൾക്കാർക്ക് കുറച്ചു നാൾ ചർച്ചാ വിഷയമാക്കിയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് മറക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്? ഈ മാസം അവസാനമാണ് മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ നിങ്ങൾ കരട് തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്? അതിൽ സൂപ്പർ സ്റ്റാറുകൾ, നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും നീചമായ പ്രവർത്തികൾ നടന്നിട്ട് കുരുന്ന് കുട്ടികളോട് പോലും എന്ന് അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നു. എന്നിട്ട് പോലും ഒരു വാക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയോ? ഈ സ്റ്റേജ് ഷോ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയുന്ന സിദ്ദിഖ്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. മുകേഷ് അയ്യോ ഞെട്ടിയില്ല എന്നുള്ള മട്ടിലാണ്. കാരണം എന്താണ്? എല്ലാവരുടെയും കള്ളി വെളിച്ചത്താവും, എല്ലാവരുടെയും മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴും. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ആരൊക്കെയാണ് ഇത് ചെയ്തതെന്നും ആരൊക്കെയാണ് ഇതിലുള്ളതെന്നും. പല റിപ്പോർട്ടുകളും പല സ്ഥലത്തും പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഗണേഷ് കുമാറിനൊന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല. കാരണം ബാക്കിലോട്ടുള്ള ഹിസ്റ്ററി നോക്കുമ്പോൾ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതുപോലെ മുകേഷ്, ദിലീപ്, അയ്യോ പാവം, ഒന്നും സംസാരിക്കുന്നില്ല. ആർക്കും ഒന്നും പറയണ്ട. എല്ലാവർക്കും ഇപ്പോൾ ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഷോ ആണ്. അങ്ങനെ ഇവരുടെ ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞിട്ട്, സ്റ്റേജ് ഷോ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു റിപ്പോർട്ട് ഇവർ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട്? ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ കളിക്കുന്ന കളികൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങളിത് നഷ്ടപ്പെടുത്താൻ പോകുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനുകളാണ്. അതുപോലെ സൂപ്പർ സ്റ്റാറുകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവർ ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും ഒരു നല്ല ടോയ്ലറ്റ് ഇല്ല, അതായത് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ചിട്ട് മാത്രമല്ല ഒരു സിനിമ വിജയിക്കുന്നത്. ഒരു സിനിമയുടെ വിജയത്തിന്റെ പിന്നിൽ ചെറിയ താരങ്ങൾ മുതൽ പല ആളുകളുമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും ഒരു കാരാവാനിൽ കയറിയിരുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നു, ബാക്കിയുള്ളവർ വെയിലത്തോ ഒരു വെയിലത്തോ ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അതൊക്കെയാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്? അവരും മനുഷ്യരല്ല, അവരെല്ലാവരും കൂടി കൂടിച്ചേരും. കാരണം നിങ്ങൾ ഫൈറ്റ് സീൻസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ തുല്യവേതനം അതൊന്നും ഞാനിപ്പോൾ ഇവിടെ എടുത്തിടുന്നില്ല. അതൊക്കെ നിങ്ങളുടേതായ വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചേർക്കും. ഈ പറയുന്ന കാര്യങ്ങളിൽ ലൈംഗിക ചൂഷണം, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട്, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നില്ല, രാത്രി ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ രാത്രി പോയി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ റൂമിൽ മുട്ടുന്നു. ആരാണ് മുട്ടുന്നത്? അയ്യോ ഞങ്ങൾക്കറിയില്ല ആരാ മുട്ടുന്നതെന്ന്. ഞാൻ വേറൊരു വീഡിയോ കണ്ടായിരുന്നു, ഒരു സംവിധായകൻ എഴുതിയിരിക്കുന്നത് മുകേഷിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മുകേഷ് അശ്ലീലമായ ചിത്രങ്ങൾ അയച്ചു, മെസ്സേജുകൾ അയച്ചു, രാത്രി മുറിയിലേക്ക് വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേട്ടു നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർക്കൊന്നും അറിയില്ല, അവരൊക്കെ കുഞ്ഞു കുട്ടികളാണ്. അവരൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് എന്താ പറയാ, അവരൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇനി വരുള്ളൂ. അവര് സിദ്ദിഖ്, ഗണേഷ്, അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറയാം അങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇടപെടില്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതുപോലെ സംസാരിക്കുമായിരുന്നു, ഞാനിങ്ങനെ ഇരകളെ കൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്കും വിലക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇരയായി. വേട്ടക്കാരനല്ല കേട്ടോ, അദ്ദേഹം ഇരയിൽപ്പെടും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ്. അങ്ങനെയുള്ളൊരു റിപ്പോർട്ടിന് വേണ്ടിയാണോ സർക്കാരെ നിങ്ങൾ ഇത്രയും കോടി മുടക്കിയത്? നിങ്ങൾക്കിതിൽ നടപടിയെടുക്കാൻ ഭയമാണ്, നിങ്ങൾക്കിതിൽ പേടിയാണ്, നിങ്ങൾ ഇതിനെ കുമ്പിട്ട് നിൽക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ട്, ആരെ കാണിക്കാനാണ് ഈ നാടകങ്ങൾ നിങ്ങൾ കളിച്ചത്? ഇത് എത്ര നാൾ നിങ്ങൾ ഇത് കൊണ്ടുപോകും? ഈ ഒരു റിപ്പോർട്ടുമായിട്ട് എത്ര നാൾ നിങ്ങളെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടും? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. വയനാട് ഇത്രയും ദുരിതം അനുഭവിച്ചവർക്കും വേണ്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങളെ ജയിപ്പിച്ച് നിങ്ങളെ ഭരണത്തിന് കയറ്റിയ ആൾക്കാരെ വേണം പറയാൻ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു വേണ്ടത്. ഈ ഒരു റിപ്പോർട്ടും ഇട്ട് എല്ലാവരും കണ്ണിൽ പൊടിയിടാൻ അതിന് മാധ്യമങ്ങളൊക്കെ ഇപ്പൊ എവിടെ ഏതൊരു ചാനൽ തുറന്നാലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമേ അവർക്ക് സംസാരിക്കാനുള്ളൂ. ഒരുപാട് ആൾക്കാർ മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ ഇപ്പോഴും വേണ്ട രീതിയിൽ സഹായം കിട്ടാതെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അർജുന്റെ വിഷയം എവിടെ? അതിനെക്കുറിച്ച് ആർക്കും സംസാരിക്കണ്ട. ഇപ്പോഴും ആ ബോഡി കിട്ടിയിട്ടില്ല. അർജുൻ എവിടെ? അർജുന്റെ കാര്യം പറയണ്ട. അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിൽ നിന്ന് എല്ലാ സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അങ്ങോട്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല.
ഇനിയെങ്കിലും ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു കാര്യം പറയാം, എന്റെ കാര്യം ഞാൻ പറഞ്ഞു, മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി ഏത് പാർട്ടിക്കാരാണോ ഇറങ്ങിത്തിരിക്കുന്നത്, ജനങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് തരുന്നത്, അവർക്കാണ് ഇനി എന്റെ വോട്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവന്റെ സുരക്ഷയാണ് ആദ്യം വേണ്ടത്, അതിനുശേഷം മതി വികസനം. ഈ പറയുന്ന സിനിമ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. നിങ്ങൾ ഇപ്പോൾ ഇത് എടുത്തിടുന്നു, അപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നല്ല പറയേണ്ടത്. 5 വർഷമായ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് എടുത്തിട്ടേക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നടപടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അത് മറ്റു പല കാര്യങ്ങളും മറയ്ക്കാൻ വേണ്ടി അവരിട്ടതാണെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമന ബോധം നമുക്കുണ്ട്. അപ്പോ എന്താണെങ്കിലും ശരി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്ര നാൾ ഇത് മറച്ചേക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കേരള ജനതയുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന സിനിമാക്കാരായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ ഈ അഭിനയം, നിങ്ങളുടെയൊക്കെ നാടകങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തിനുണ്ട് ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ നമുക്കൊണ്ട് അനുകൂലമായി സംസാരിച്ചില്ല. ആർക്കും സംസാരിക്കണ്ട. മുല്ലപ്പെരിയാറിന് വേണ്ടി ജനങ്ങൾ മാത്രമാണ് ഓരോ സോഷ്യൽ മീഡിയാസിലും ഓരോ പോസ്റ്റ് ഇടുന്നതും ഓരോ മെസ്സേജ് വിടുന്നതും ഞാൻ കാണുന്നത്. എത്ര സിനിമാ നടന്മാർ മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്? അവർക്കൊന്നും സംസാരിക്കണം. എത്ര രാഷ്ട്രീയക്കാർ സംസാരിച്ചു, അനുകൂലമായ രീതിയിൽ സംസാരിച്ചു? എത്ര രാഷ്ട്രീയക്കാർ? ആർക്കും സംസാരിക്കണ്ട, ആരും സംസാരിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2 തെറ്റുകളാണ് ചെയ്തത്. ഇവരെയൊക്കെ സിനിമ കണ്ട് ഇവരെ സൂപ്പർ സ്റ്റാർ ആക്കി, ഒരു തെറ്റ്. രണ്ടാമത്തെ ഒരു തെറ്റ്, ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇങ്ങനെയുള്ള 2 തെറ്റുകൾ നമ്മൾ ചെയ്തു. അതിന്റെ ഫലം നമ്മളിൽ നിന്ന് അനുഭവിക്കുന്നു. കാരണം നമ്മളുടെ ഒരു അടിയന്തരമായിട്ട് നമ്മളുടെ ഒരു വിഷയം വന്നപ്പോൾ അതിന് നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. ആർക്കും നമ്മളെ സഹായിക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ടണൽ വഴി മാക്സിമം തമിഴ്നാടിന് കൊടുത്ത് ജലനിരപ്പ് താഴ്ത്തുക. ആ ഒരു ആവശ്യം ഇനിയും നിങ്ങൾ വൈകിക്കാൻ പാടില്ല. നിങ്ങൾ കണ്ണിൽ പൊടിയിടലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കൂ, ആരെങ്കിലും ഒന്ന് പ്രവർത്തിക്കൂ. കാരണം ഇത് നിങ്ങൾ വിചാരിക്കാൻ പോകുന്ന പോലത്തെ ഒരു അപകടമല്ല വരാൻ പോകുന്നത്. ഞങ്ങൾക്കിത് പറയാനേ പറ്റും. ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഇത് പൊളിച്ചു കളയാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. അതിനു വേണ്ടിയാണ് നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് തീരുമാനമുണ്ടാകുന്നവരെ വീഡിയോ ചെയ്യും. നിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ തന്നെ റിപ്പോർട്ടുകൾ ഇട്ടാലും, നിങ്ങൾ എന്തൊക്കെ തന്നെ വിഷയങ്ങൾ മാറ്റി ഇട്ടാലും, ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങൾ പറയും. എത്ര നാൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും, എന്തൊക്കെ ആവും തീരും ഒന്നും അറിയില്ല. പക്ഷെ മാക്സിമം എത്രത്തോളം പ്രതികരിക്കാൻ പറ്റും അത്രത്തോളം പ്രതികരിക്കും.